ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. സൈലത്തിൻ്റെ പുതിയൊരു സെഷനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു സെഷൻ്റെ വിഷയം എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞിട്ടുള്ള പോലെ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ആണ്. അപ്പോൾ കുറച്ച് നാളായിട്ട് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി വാർത്തയിലുണ്ട്. കുറച്ച് മാസങ്ങൾക്ക് മുന്നേ, 1-2 മാസങ്ങൾക്ക് മുന്നെയാണ് നമ്മൾ കേട്ടത് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി റിസൈൻ ചെയ്യുകയാണ്. ഒരു സുപ്രഭാതത്തിലാണ് നമ്മൾ ആ വാർത്ത കേട്ടത്. ആരായിരുന്നു? ശ്രീ ജഗദീപ് ധങ്കർ. അപ്പോൾ അദ്ദേഹം ഉപരാഷ്ട്രപതി ആയതും വലിയൊരു വാർത്തയായിരുന്നു. ആ ഇലക്ഷനൊക്കെ കുറച്ച് കോളിളക്കം സൃഷ്ടിച്ചൊരു ഇലക്ഷനാണ്. അദ്ദേഹം അതിനു മുമ്പ് വെസ്റ്റ് ബംഗാളിൻ്റെ ഗവർണറായിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായ കുറച്ച് പ്രശ്നങ്ങൾ, ആ ഒരു വ്യക്തി ഉപരാഷ്ട്രപതിയാകുന്നു, അതൊക്കെയാണ് അന്നത്തെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയം. അന്നത്തെ അതേ വ്യക്തി തന്നെ ഒരു സുപ്രഭാതത്തിൽ പ്രസിഡന്റിന് കത്ത് കൊടുത്തിട്ട് ഞാൻ ഇറങ്ങുകയാണെന്ന് പറയുന്നു. മൂപ്പർക്ക് ആരോഗ്യ പ്രശ്നങ്ങളാണെന്നാണ് മൂപ്പർ പറഞ്ഞത്. പക്ഷെ പല ഇന്റർപ്രിട്ടേഷൻസ് വരുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം പബ്ലിക്ലി ഒന്നും പറഞ്ഞിട്ടില്ല. വീണ്ടും ഇത് വാർത്തയിൽ വരാൻ കാരണം അടുത്ത മാസം സെപ്റ്റംബർ മാസം ഇന്ത്യയിൽ വൈസ് പ്രസിഡന്റിന്റെ ഇലക്ഷൻ വീണ്ടും നടക്കുകയാണ്. അപ്പോൾ NDA എന്ന് പറയുന്ന ഗ്രൂപ്പ് അവരുടെ കാൻഡിഡേറ്റിനെ പറ്റി പറയുന്നു. ഇദ്ദേഹമാണ് ഞങ്ങളുടെ കാൻഡിഡേറ്റ്. ഇന്ത്യ ബ്ലോക്ക്, ഇന്ത്യ മുന്നണി അവരുടെ കാൻഡിഡേറ്റിനെ പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ഇലക്ഷൻ വരാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഇന്ത്യൻ ഉപരാഷ്ട്രപതിയെ സംബന്ധിച്ച പരീക്ഷയ്ക്ക് ഇതുവരെ ഇനി ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് എത്തുമെന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് പറയാം, വീഡിയോ വാസ് ഹെൽപ്ഫുൾ, അല്ലെങ്കിൽ ചോദ്യങ്ങൾ ആൻസർ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താം. ഇല്ല, വീഡിയോ സാറ്റിസ്ഫാക്ടറി അല്ല, കൂടുതൽ എന്തെങ്കിലും കണ്ടന്റ് ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയുടെ അവസാനം നിങ്ങൾ പറയണം ഹൂ വിൽ ബി ദ നെക്സ്റ്റ് വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇലക്ഷൻ നടക്കുന്നതിന് മുന്നേ നിങ്ങൾക്കത് പറയാൻ സാധിക്കും. നമ്മൾ ആ പറയുന്ന വ്യക്തി, പ്രവചിക്കുന്ന വ്യക്തി വൈസ് പ്രസിഡന്റ് ആയില്ലെങ്കിലുള്ള രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ എന്താണെന്നുള്ളതും നിങ്ങൾക്ക് ഈ വീഡിയോ കഴിയുമ്പോൾ മനസ്സിലാകും. യെസ്, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വാർത്തയിലേക്ക് പോകാം. ജൂലൈ മാസം 2025 നമ്മളെല്ലാവരെയും ഞെട്ടിച്ച ഒരു വാർത്തയാണ്. ഉപരാഷ്ട്രപതി ജഗദീപ് ധങ്കർ രാജിവെക്കുന്നു. അദ്ദേഹം തൻ്റെ രാജിക്കത്ത് ആർക്ക് സമർപ്പിച്ചു? പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. വൈസ് പ്രസിഡന്റിന്റെ റെസിഗ്നേഷൻ ലെറ്റർ ആരെ അഡ്രസ് ചെയ്തിട്ടുള്ളതാണ്? ആർക്കാണ് കൊടുക്കുന്നത്? ആർക്കാണ്? പ്രസിഡന്റ് ആയിട്ടുള്ള ദ്രൗപദി മുർമു. ക്ലിയർ? ഹെൽത്ത് റീസൺസ് ആണെന്ന് പറഞ്ഞ്, പേഴ്സണൽ കാര്യങ്ങൾ പറഞ്ഞ് അദ്ദേഹം റിസൈൻ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ തന്നെ മറ്റൊരു ചോദ്യം നമുക്ക് അഡ്രസ് ചെയ്യാം. വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന വ്യക്തി, ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി, ആ വ്യക്തിയുടെ റെസിഗ്നേഷൻ ലെറ്റർ ആർക്കാണ് കൊടുക്കുന്നത്? മൂപ്പർ റിസൈൻ ചെയ്യുമ്പോൾ ലെറ്റർ ആർക്ക് കൊടുക്കും? ഇന്ത്യയുടെ പ്രസിഡന്റിന് കൊടുക്കും. ഈ ചിത്രം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും. ഉപരാഷ്ട്രപതിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ജഗദീപ് ധങ്കർക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നു ശ്രീമതി മുർമു, ദ്രൗപദി മുർമു, ഇന്ത്യയുടെ പ്രസിഡന്റാണ്. അതായത് പ്രസിഡന്റാണ് വൈസ് പ്രസിഡന്റിന് ഓത്ത് അല്ലെങ്കിൽ അഫർമേഷൻ ചൊല്ലി കൊടുക്കുന്നത്, സത്യപ്രതിജ്ഞ ചൊല്ലി കൊടുക്കുന്നത്. ഇത് പലതവണ മാറി മാറി ചോദിക്കാറുള്ളതാണ്. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. അതിന് തക്കതായ ഒരു ചിത്രവും വാർത്തയും തന്നിട്ടുണ്ട്, വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, യെസ്. ഓഗസ്റ്റ് മാസം വന്ന ചില വാർത്തകളാണ്. അപ്പോൾ ഒന്നാമത്തെ ഒരു വാർത്ത ഇവിടെ തരുന്നു. ഇത് മറ്റൊരു വാർത്ത, ഇത് മറ്റൊരു വാർത്ത. എന്താണ്? BJP നയിക്കുന്ന NDA അവരുടെ കാൻഡിഡേറ്റ് ആയിട്ട് വളരെ സീസൺഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യനാണ്, തമിഴ്നാട്ടിൽ നിന്നുള്ള പൊളിറ്റീഷ്യനാണ്. ആളുടെ പേരാണ് CP രാധാകൃഷ്ണൻ. രാധാകൃഷ്ണൻ എന്ന് കേൾക്കുമ്പോൾ മലയാളം വിചാരിക്കരുത്, മൂപ്പര് തമിഴിനാണ്, സീസൺഡ് പൊളിറ്റീഷ്യനാണ്. മൂപ്പരായിരിക്കും മിക്കവാറും ഇന്ത്യയുടെ അടുത്ത രാഷ്ട്രപതിയാകാനായിട്ട് പോകുന്നത്. അപ്പോൾ മൂപ്പരുടെ പോർട്ട്ഫോളിയോ നോക്കുമ്പോൾ മൂപ്പര് 3-4 സംസ്ഥാനങ്ങളുടെ ഗവർണറായിട്ടിരുന്നു, 3 സംസ്ഥാനങ്ങളിലോളം ഗവർണറായിട്ടെന്നുള്ള പരിചയമുണ്ട്. നിലവിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഒരു സംസ്ഥാനത്തിൻ്റെ ഗവർണറാണ്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഏത് സംസ്ഥാനത്തിൻ്റെ ഗവർണറാണ് നിലവിൽ CP രാധാകൃഷ്ണൻ? ക്ലിയർ? ഇന്ത്യ മുന്നണി, കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണി അവരുടെ കാൻഡിഡേറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചത് മുൻ സുപ്രീം കോടതി ജഡ്ജി കൂടെ ആയിട്ടുള്ള തെലുഗു സംസ്ഥാനത്ത് നിന്നും വരുന്ന B. സുദർശൻ റെഡ്ഡിയാണ്. B. സുദർശൻ റെഡ്ഡി. അപ്പോൾ ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ഈ സുദർശൻ റെഡ്ഡിയും, വൈസ് പ്രസിഡൻഷ്യൽ ഇലക്ഷന് വേണ്ടിയിട്ടുള്ള സ്ഥാനാർത്ഥി സുദർശൻ റെഡ്ഡിയും, NDA ബ്ലോക്കിൻ്റെ, BJP നയിക്കുന്ന NDA ബ്ലോക്കിൻ്റെ സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണനുമാണ്. ഇലക്ഷൻ നടക്കുന്നതും കൗണ്ടിങ് ആവശ്യമുണ്ടെങ്കിൽ നടക്കാൻ വേണ്ടി പോകുന്നതും സെപ്റ്റംബർ 9 ക്ലിയർ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണല്ലോ. നമുക്ക് ഇന്ത്യൻ ഭരണഘടനയിലേക്ക് പോവാം. ഇന്ത്യൻ ഭരണഘടനയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് 25 പാർട്സ് ഉണ്ട്. ഇതിൽ പാർട്ട് 5 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ദ യൂണിയൻ ഗവൺമെന്റ്. യൂണിയൻ ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ അവരുടെ എക്സിക്യൂട്ടീവ്, നിയമനിർമ്മാണം നടത്തുന്ന പ്രസിഡന്റ്, നിയമനിർവഹണം നടത്തുന്ന പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ ഒക്കെ അതിന് കീഴിൽ വരും. നിയമനിർമ്മാണം നടത്തുന്ന ലെജിസ്ലേച്ചർ, പാർലമെന്റ്, ലോക്സഭ, രാജ്യസഭ അതിന് കീഴിൽ വരും. ജുഡീഷ്യൽ സംവിധാനം ഏത്? സുപ്രീം കോടതി അതിന് കീഴിൽ വരും. ഇതിൽ ശ്രദ്ധിക്കുക, ആർട്ടിക്കിൾ 63 മുതൽ 69 വരെ ആരെ പറ്റി പറയുന്നു? ഉപരാഷ്ട്രപതിയെ പറ്റി പറയുന്നു.
അപ്പോൾ കേന്ദ്ര എക്സിക്യൂട്ടീവിൻ്റെ ഭാഗമായിട്ടുള്ള പാർട്ട് 5 യൂണിയന് കീഴിൽ പറയുന്ന ആർട്ടിക്കിൾ 63 മുതൽ 69 വരെ പ്രധാനമായിട്ടും പറയുന്ന വൈസ് പ്രസിഡന്റിനെ പറ്റി നമുക്ക് കാണാം. അപ്പോൾ ഇതിൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന എല്ലാ ആർട്ടിക്കിൾസ് വന്നിട്ടുണ്ട്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആക്കി തരും. ഓക്കെ, യെസ്. ആദ്യം തന്നെ ആർട്ടിക്കിൾ 63 കാണാം. അപ്പോൾ ഇംഗ്ലീഷിലും മലയാളത്തിലും തന്നിട്ടുണ്ട് കേട്ടോ. ആർട്ടിക്കിൾ 63 എന്താ പറയുന്നത്? ഇന്ത്യ അഥവാ ഭാരതത്തിൻ്റെ ഉപരാഷ്ട്രപതിയെ കുറിച്ചാണ്. ദെയർ ഷാൽ ബി എ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. നിർബന്ധമായും ഇന്ത്യക്ക് ഒരു ഉപരാഷ്ട്രപതി ഉണ്ടായിരിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ നിലവിൽ ആ സ്ഥാനം വേക്കൻ്റ് ആണ്. അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് ഇലക്ഷൻ നടത്തുന്നത്. ക്ലിയർ. ആർട്ടിക്കിൾ 64 എന്താ പറയുന്നത്? ദ വൈസ് പ്രസിഡന്റ് ടു ബി എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് ദ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ്. അപ്പം നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു പാർലമെന്ററി സിസ്റ്റമാണ്. ഇന്ത്യയിൽ പ്രസിഡന്റും ഉണ്ട്, വൈസ് പ്രസിഡന്റും ഉണ്ട്. പാർലമെന്ററി സിസ്റ്റത്തിൽ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നവർക്ക് നാമമാത്രമായിട്ടുള്ള ജോലികൾ മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ USA നിന്നുമാണ് പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും പല ഫീച്ചേഴ്സ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കറിയാം. മനസ്സിലാക്കുക, വൈസ് പ്രസിഡന്റിന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. പ്രസിഡന്റ് അവധിയിൽ പോയി കഴിഞ്ഞാൽ പ്രസിഡന്റിന്റെ കാര്യം നോക്കുക എന്നല്ലാതെ മൂപ്പർക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ആലോചിച്ച് മൂപ്പർക്ക് എക്സ്ട്രാ പണി കൊണ്ടുപോകുന്നത് എന്താണ്? ആരാണോ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി അദ്ദേഹം എക്സ് ഒഫീഷ്യോ ആ ഒരു സ്ഥാനത്തിരിക്കുന്നത് കൊണ്ട് അദ്ദേഹം ഉപരാഷ്ട്രപതി എന്ന ഔദ്യോഗിക നിലയിൽ ഓട്ടോമാറ്റിക്കലി രാജ്യസഭയുടെ അധ്യക്ഷൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ ആകും. ചെയർപേഴ്സൺ ഓഫ് ദ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ്. അപ്പോൾ നമുക്കറിയാം രാജ്യസഭയെ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് ഭരണഘടനയിൽ വിളിക്കുന്നത്. ലോകസഭയെ ഹൗസ് ഓഫ് ദ പീപ്പിൾ. 954 ഹിന്ദി പേരായിട്ടുള്ള രാജ്യസഭ ലോക്സഭ എന്നുള്ള പേരുകൾ വരുന്നത്. എന്നാലും ഭരണഘടനയിൽ ഇപ്പോഴും പറയുന്നത് കൗൺസിൽ ഓഫ് ദ സ്റ്റേറ്റ്സ് എന്നാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ആരാണോ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി അദ്ദേഹം ഓട്ടോമാറ്റിക്കലി രാജ്യസഭയുടെ കൗൺസിൽ ഓഫ് ദ സ്റ്റേറ്റ്സിൻ്റെ ചെയർപേഴ്സൺ ആയിട്ടിരിക്കും. അപ്പം ഞാൻ മറ്റൊരു സംശയം ചോദിക്കുകയാണ്, ഇതും കമൻ്റായിട്ട് പറയുക. ജഗദീപ് ധാങ്കർ ആണ് രാജ്യസഭയുടെ ചെയർപേഴ്സൺ ആയിട്ട് ഇരിക്കേണ്ടത്. കാരണം അദ്ദേഹമായിരുന്നു വൈസ് പ്രസിഡന്റ്. പക്ഷേ മൂപ്പര് റിസൈൻ ചെയ്തു. അതുകൊണ്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പാർലമെന്ററി സെഷനിൽ ആരാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ, ചെയർപേഴ്സൺ ആരാണെന്ന് പറയുക. എന്താണ് അതിന് കാരണമെന്ന് പറയുക. ഓക്കെ, വീഡിയോന് താഴെ വെരി ഗുഡ് ഹെൽപ്ഫുൾ ഇതല്ല ഉദ്ദേശിക്കുന്നത്. ഈ ചോദ്യങ്ങളുടെ ഉത്തരമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആരാണ് ഇപ്പോഴത്തെ രാജ്യസഭയുടെ അധ്യക്ഷൻ? ജഗദീപ് ധാങ്കർ ഇല്ല. അപ്പോൾ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ആർട്ടിക്കിൾ 63 64 മനസ്സിലായല്ലോ. ഇനി നമുക്ക് 69 പോവാം. സുഹൃത്തെ, ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയെ ആരും നിയമിക്കുന്നതല്ല, അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുകയാണ്, ഇലക്റ്റഡ്. പക്ഷെ നമുക്കറിയാം പ്രസിഡന്റിനെയോ വൈസ് പ്രസിഡന്റിനെയോ രാജ്യസഭാ മെമ്പേഴ്സിനെയോ ഒന്നും നമ്മൾ നേരിട്ടല്ല തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം ജനങ്ങൾ നേരിട്ടല്ല തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇൻഡയറക്ട്ലി ഇലക്റ്റഡ് ആണ്. ഇൻഡയറക്ട്ലി ജനങ്ങൾ തിരഞ്ഞെടുത്ത മറ്റുള്ള വ്യക്തികളാണ് തിരഞ്ഞെടുക്കുന്നത്. ഉദാഹരണം, രാജ്യസഭയിൽ എംപിമാരെ തിരഞ്ഞെടുക്കുന്നത് നമ്മൾ തിരഞ്ഞെടുത്ത MLA-മാരാണ്. പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് ലോക്സഭയിലും രാജ്യസഭയിലും തിരഞ്ഞെടുക്കപ്പെട്ട MPമാരും MLA-മാരും ചേർന്നാണ്. വൈസ് പ്രസിഡന്റേത് നമുക്ക് കാണാം. സോ ഒരു ഇൻഡയറക്റ്റ് ഇലക്ഷനാണ്. ജയിച്ചു കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞ, അതാണ് ആർട്ടിക്കിൾ 69 പറയുന്നത്. ഉപരാഷ്ട്രപതിയുടെ ഓത്ത് ഓർ അഫർമേഷൻ, ശപഥം അഥവാ സത്യപ്രതിജ്ഞ. ഈ ഓത്ത് അഫർമേഷൻ അതിൻ്റെ വ്യത്യാസം പലർക്കും അറിയില്ല. ഞാനത് ബ്രീഫ്ലി പറഞ്ഞുതരാം. വേറെ ഒന്നുമില്ല. ജയിച്ചു പോകുന്ന ആൾ ചിലപ്പോൾ ദൈവവിശ്വാസിയായിരിക്കും. ദൈവവിശ്വാസിയാണെങ്കിൽ അയാൾ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ചില സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, ദൈവനാമത്തിൽ ഞാൻ പറയുന്നു, കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കുകയുള്ളൂ. അല്ലാത്തവർ ദൈവവിശ്വാസി അല്ലാന്നിരിക്കട്ടെ, നിങ്ങളൊരു ഏത്തിസ്റ്റ് ആണെന്നിരിക്കട്ടെ, ഇല്ലെങ്കിൽ ഏത്തിസ്റ്റ് അല്ല, ദൈവം ഇല്ല എന്ന് പറയുന്നത് നിങ്ങൾക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ എന്ത് പറയുന്നു? ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു, ഞാൻ സത്യമേ പറയുള്ളൂ, ഞാൻ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കും. അതായത് ആരുടെ മുമ്പിലായിരിക്കും വൈസ് പ്രസിഡന്റ് അല്ലെങ്കിൽ ഉപരാഷ്ട്രപതി എന്ന് പറയുന്ന വ്യക്തി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്? അതൊന്ന് പറഞ്ഞേ, ആരുടെ മുമ്പിലായിരിക്കും വൈസ് പ്രസിഡന്റ് അല്ലെങ്കിൽ ഉപരാഷ്ട്രപതി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്? അത് നമ്മൾ ഓൾറെഡി പഠിച്ചു. ചിത്രത്തിൽ നമ്മൾ കണ്ടാണ്. ഇന്ത്യൻ പ്രസിഡന്റിന്റെ മുമ്പിലായിരിക്കും. ആ പ്രസിഡന്റിന് മുമ്പിൽ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അദ്ദേഹം വിശ്വാസിയാണെങ്കിൽ ഓത്ത് അല്ലെങ്കിൽ അഫർമേഷൻ, അത്രേ ഉള്ളൂ. അതിനപ്പുറം ഒരു കാര്യമായിട്ട് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിൽ കൂടുതൽ ചോദ്യങ്ങളും വരുന്നില്ല. അപ്പോൾ പ്രസിഡന്റ് തിരഞ്ഞെടുക്കപ്പെട്ടു, അത് നമ്മൾ കാണാൻ പോവാണ്. അദ്ദേഹം സത്യപ്രതിജ്ഞ ചൊല്ലുന്നു. ആരുടെ മുമ്പിലാണ്? പ്രസിഡന്റിന് മുമ്പിലാണ്. വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുക്കപ്പെട്ടു, അദ്ദേഹം സത്യപ്രതിജ്ഞ ചൊല്ലുന്നു, പ്രസിഡന്റിന്റെ മുമ്പിലാണ്. അടുത്തത് തിരഞ്ഞെടുക്കപ്പെട്ട ആ വ്യക്തിയുടെ കാലാവധിയെ പറ്റിയാണ് പറയുന്നത്. അതാണ് ആർട്ടിക്കിൾ 67, ടേം ഓഫ് ഓഫീസ് ഓഫ് വൈസ് പ്രസിഡന്റ്. നിങ്ങൾ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ സാധാരണഗതിയിൽ പോയാൽ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. പക്ഷെ നമുക്കറിയാം ജഗദീപ് ധാങ്കറിന്റെ കേസിൽ 5 വർഷമല്ല. ജഗദീപ് ധാങ്കർ അല്ലാട്ടോ ആദ്യമായിട്ട് റിസൈൻ ചെയ്ത വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ വരഹഗിരി, വെങ്കട്ടഗിരി ഇവരൊക്കെ റിസൈൻ ചെയ്തതിന് ഉദാഹരണമാണ്.
വൈസ് പ്രസിഡന്റുമാർ റിസൈൻ ചെയ്തിരുന്നത്. പക്ഷെ അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസിഡന്റ് ആകാനുള്ള ഇലക്ഷന് വേണ്ടിയിട്ട് അവർ വൈസ് പ്രസിഡന്റ് ആയിരുന്നു, പ്രസിഡൻഷ്യൽ പോസ്റ്റിൽ വേക്കൻസി വരുന്നു, അതുകൊണ്ട് അവർ പ്രസിഡന്റ് ആകാനായിട്ട് റിസൈൻ ചെയ്ത് പോയി. അല്ലാതെ പേഴ്സണൽ ഹെൽത്ത് ഇഷ്യൂസ് സൈറ്റ് ചെയ്ത് പോയവരാരും ഇല്ല. 987 മറ്റാണ് ഇന്ത്യയിലെ ഏറ്റവും ഒടുവിൽ വൈസ് പ്രസിഡന്റ് റിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് ആദ്യത്തെ സംഭവമല്ല എന്നുള്ളതും നിങ്ങൾ ഓർക്കണം. എന്നാൽ പേഴ്സണൽ കാര്യം സജസ്റ്റ് ചെയ്ത് പോകുന്ന ആദ്യത്തെ ഒരു സംഭവമാണിത്. അപ്പോൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ യൂഷ്വലി 5 വർഷമാണ്. ഇനി എല്ലായ്പ്പോഴും 5 വർഷം ആകണമെന്നില്ല. ഒന്നാമത്തെ കാരണം, വൈസ് പ്രസിഡന്റിന് കത്തെഴുതി റിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ സംഭവിച്ച കാര്യമാണ്. ഈ ആർട്ടിക്കിൾ പലതവണ വാർത്തയിലുണ്ടായിരുന്നു. നോക്കുക, ആർട്ടിക്കിൾ 67 അതിൽ ക്ലോസ് എ എന്താ പറയുന്നത്? റെസിഗ്നേഷൻ, രാജിക്കത്ത് ആർക്ക് കൊടുക്കണം? പ്രസിഡന്റിന് കൊടുക്കണം. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം നമ്മൾ ഈ അടുത്ത് കണ്ടു കഴിഞ്ഞു, ജഗദീപ് ധാങ്കറിന്റെ കേസിൽ. ഓക്കെ, 2, വൈസ് പ്രസിഡന്റ് മേ ബി റിമൂവ്ഡ്. വൈസ് പ്രസിഡന്റിനെ പുറത്താക്കാം. ചിലർ ഇതിന് ഇംപീച്ച്മെന്റ് എന്ന് പറയും, അത് തെറ്റാണ്. ഇംപീച്ച്മെന്റ് എന്ന് പറയുന്ന വാക്ക് നമ്മൾ ഇന്ത്യയിൽ പ്രസിഡന്റിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ വൈസ് പ്രസിഡന്റിനെ റിമൂവ് ചെയ്യാം. എങ്ങനെയെന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചോളുക കേട്ടോ. നമുക്കറിയാം, വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്ന വ്യക്തി രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ ആണ്. അപ്പോൾ അദ്ദേഹത്തിനെ റിമൂവ് ചെയ്യുന്നതിൽ രാജ്യസഭയ്ക്ക് ഒരു സ്പെഷ്യൽ റോൾ ഉണ്ടാകും സ്വാഭാവികമായിട്ടും. സുഹൃത്തെ, രാജ്യസഭയും ലോകസഭയും ഇൻവോൾവ് ആയിട്ടാണ് അദ്ദേഹത്തിനെ തിരഞ്ഞെടുക്കുന്നത്, രാജ്യസഭയും ലോകസഭയും ഇൻവോൾവ് ആയിട്ടാണ് അദ്ദേഹത്തിനെ പുറത്താക്കുന്നത്. പക്ഷെ അതിലൊരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൈസ് പ്രസിഡന്റിനെ പുറത്താക്കാനുള്ള റെസൊല്യൂഷൻ എവിടെ മാത്രമേ കൊണ്ടുവരാൻ പറ്റുള്ളൂ? രാജ്യസഭയിൽ മാത്രമേ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതിൽ ലോകസഭയ്ക്ക് പങ്കില്ല. രാജ്യസഭയിൽ അങ്ങനെ ഒരു റെസൊല്യൂഷൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞിട്ടുള്ള മെജോറിറ്റി, നമ്മൾ ക്ലാസ്സിൽ ടൈപ്സ് ഓഫ് മെജോറിറ്റി പഠിച്ചിട്ടുണ്ട്. അബ്സല്യൂട്ട് മെജോറിറ്റി, എഫക്റ്റീവ് മെജോറിറ്റി, സ്പെഷ്യൽ മെജോറിറ്റി തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ പറയുന്നൊരു കാര്യം ശ്രദ്ധിക്കുക, എ മെജോറിറ്റി ഓഫ് ഓൾ ദ ദെൻ മെമ്പേഴ്സ്. രാജ്യസഭയിൽ അപ്പോഴുള്ള എല്ലാവരും, അതായത് ടോട്ടൽ സ്ട്രെങ്ത്തിൽ നിന്നും വേക്കൻസി മാത്രം കുറയ്ക്കുക. ആ സാധനത്തിനെയാണ് നമ്മൾ ഇഫക്റ്റീവ് മെജോറിറ്റി എന്ന് പറയുന്നത്. ഇഫക്റ്റീവ് മെജോറിറ്റി. പിന്നെ ആളുകൾ അന്നത്തെ ദിവസം പ്രസന്റ് ആണോ വോട്ട് ചെയ്യുന്നുള്ളത് നോക്കില്ല, ടോട്ടൽ സ്ട്രെങ്ത്തിൽ നിന്നും വേക്കൻസി മാത്രം കുറയ്ക്കുക. 245 രാജ്യസഭയുടെ സ്ട്രെങ്ത്, 5 വേക്കൻസി ഉണ്ടെങ്കിൽ 240 എഫക്റ്റീവ് സ്ട്രെങ്ത്. അതിന്റെ 50% പ്രസിഡന്റാണ് എഫക്റ്റീവ് മെജോറിറ്റി. അപ്പോൾ രാജ്യസഭയിൽ മാത്രം കൊണ്ടുവരാൻ കഴിയുന്ന ആ റെസൊല്യൂഷൻ രാജ്യസഭയിൽ എഫക്റ്റീവ് മെജോറിറ്റിയിൽ പാസ്സായാൽ അത് ലോകസഭയിൽ പോകും. ലോകസഭയിൽ വാട്ട് യു നീഡ് ഈസ് എ സിമ്പിൾ മെജോറിറ്റി. അതായത് പ്രസന്റ് ആൻഡ് വോട്ടിംഗ് ആയിട്ടുള്ള ആളുകളുടെ 50% കിട്ടാൻ എളുപ്പമാണ് കമ്പാരിറ്റീവ്ലി. ആ സിമ്പിൾ മെജോറിറ്റിയും കൂടെ പാസ്സായി കഴിഞ്ഞാൽ ഇന്ത്യൻ ഉപരാഷ്ട്രപതി പുറത്താക്കപ്പെടും. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ ഇന്ത്യൻ ഉപരാഷ്ട്രപതി പുറത്താക്കപ്പെട്ടിട്ടില്ല. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി മുതൽ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി വരെ ലിസ്റ്റ് നോക്കുമ്പോൾ ആരും ഇങ്ങനെ പുറത്താക്കപ്പെട്ടിട്ടില്ല. അപ്പം എൻ്റെ അടുത്ത ചോദ്യം, ആരാണ് ഇന്ത്യയുടെ ആദ്യത്തെ വൈസ് പ്രസിഡന്റ്? ഒന്ന് പറയുക, ആരാണ് ഇന്ത്യയുടെ ആദ്യത്തെ വൈസ് പ്രസിഡന്റ്? മൂന്നാമത്തെ പോയിന്റ് നിങ്ങൾ നോക്കുക, എ വൈസ് പ്രസിഡന്റ് ഷാൽ നോട്ട് വിത്ത്സ്റ്റാൻഡിംഗ് ദ എക്സ്പയറേഷൻ ഓഫ് ഹിസ് ടൈം കണ്ടിന്യൂ ടു ഹോൾഡ് ഹിസ് ഓഫീസ് അൺടിൽ ഹിസ് സക്സസർ കംസ്. 5 വർഷമാണല്ലോ കാലാവധി. എ പറയുന്നത് 5 വർഷത്തിനുള്ളിൽ റിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ കഴിയും. ബി പറയുന്നത് റിമൂവ് ചെയ്താൽ കഴിയും. സി പറയുന്നത് നിങ്ങൾ 5 വർഷം തികയ്ക്കുന്നുണ്ട്. ഭരണഘടന പറയുന്നുണ്ട് 5 വർഷം വൈസ് പ്രസിഡന്റിന്റെ കാലാവധി കഴിയുന്നതിന് മുന്നേ അദ്ദേഹത്തിന്റെ സക്സസർ ഓഫീസിലേക്ക് തിരഞ്ഞെടുക്കപ്പെടണം. നിങ്ങൾ എൻ്റെ പരിപാടി കഴിഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങളുടെ പെട്ടിയും കിടക്കെടുത്ത് പോരുത്. അടുത്ത വ്യക്തി ഓഫീസിലേക്ക് വരുമ്പോഴേ നിങ്ങൾക്ക് ഇറങ്ങാനായിട്ട് സാധിക്കുകയുള്ളൂ. എപ്പോഴാണ്? 5 വർഷം തികച്ചു പോകുമ്പോൾ. കത്ത് എഴുതി വയ്യ എന്ന് പറഞ്ഞ് പോകുന്ന ജഗദീപ് ധാങ്കറിനോട് കുറച്ചു നേരം കൂടി ഇരിക്കുക എന്ന് പറയാനായിട്ട് സാധിക്കില്ല. ക്ലിയർ ആണല്ലോ? ഈ 3 കാര്യങ്ങൾ ക്ലിയർ ആണ്. ആർട്ടിക്കിൾ 67 ക്ലിയർ ആണ്. ക്ലിയർ ആണെങ്കിൽ നമുക്ക് 68 നോക്കാം. 68 എന്താ പറയുന്നത്? ഉപരാഷ്ട്രപതിയുടെ ആ ഒരു പോസ്റ്റിൽ ഒരു ഒഴിവ് വന്നു, ഒരു വേക്കൻസി വന്നു. പല കാരണങ്ങൾ കൊണ്ടാവും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണം ഒരു കാരണമാവും, അദ്ദേഹത്തിൻ്റെ റെസിഗ്നേഷൻ ഒരു കാരണമാവും, ഇല്ലെങ്കിൽ 5 കൊല്ലം കഴിഞ്ഞു പോകുന്ന ഒരു കാരണമാവും. അതിൽ എന്താണ് അടുത്ത സ്റ്റെപ്പ്? വേക്കൻസി വരികയാണ്, എന്താണ് അടുത്ത് ചെയ്യേണ്ടത്? ശ്രദ്ധിക്കുക. An election to fill a vacancy caused by the expiration of the term of office of the vice president shall be completed before the expiration of the term. നമുക്കറിയാം എക്സ്പയറി എന്ന് പറയുന്നത് 5 വർഷമാണ്. 5 വർഷ കാലാവധി കഴിഞ്ഞതിന് ശേഷം ഒരു വേക്കൻസി വരുമെന്നുള്ള കാര്യം കൃത്യമായിട്ട് നമുക്കറിയാം. അതുകൊണ്ട് അവർ പറയുന്നു, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 68 ക്ലോസ് 1 എടുത്തു പറയുന്നു, 5 വർഷം പൂർത്തിയായിട്ട് വരാൻ പോകുന്ന വേക്കൻസി ആണെങ്കിൽ ദാറ്റ് ഈസ് ആൻ എക്സ്പെക്ടഡ് വേക്കൻസി. അതുകൊണ്ട് 5 വർഷം പൂർത്തിയാകുന്നതിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടക്കണം. ഈ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഉത്തരവാദിത്തമാണ്. നമുക്കറിയാം പ്രസിഡന്റിന്റെ ഇലക്ഷൻ, വൈസ് പ്രസിഡന്റ് ഇലക്ഷൻ, എംപിമാരുടെ, ലോക്സഭ രാജ്യസഭ എംപിമാരുടെ ഇലക്ഷൻ, സംസ്ഥാന തലത്തിലുള്ള MLA-മാരുടെ ഇലക്ഷൻ, ഇതെല്ലാം നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഉത്തരവാദിത്തമാണ്. ക്ലിയർ? എന്നാൽ അങ്ങനെയല്ല, മറ്റുള്ള കാര്യങ്ങൾ കൊണ്ടാണ് വേക്കൻസിയെങ്കിൽ, അദ്ദേഹത്തിന്റെ മരണമാകട്ടെ, അല്ലെങ്കിൽ അദ്ദേഹം റിസൈൻ ചെയ്തു, രാജിവെച്ചു, ഇല്ലെങ്കിൽ അദ്ദേഹത്തിനെ പുറത്താക്കി, ഇവിടെ നടക്കുന്നത് ഏതാണ്?
റെസിഗ്നേഷനാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ എടുത്തു പറയുന്നൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ ഈ കാരണങ്ങൾ കൊണ്ട്, അതായത് 5 വർഷം കഴിഞ്ഞിട്ടല്ല, മറ്റുള്ള കാരണങ്ങൾ കൊണ്ട് പോസ്റ്റിൽ ഒരു വേക്കൻസി വന്നു കഴിഞ്ഞാൽ കാലാവധി പറയുന്നില്ല കേട്ടോ, ആസ് സൂൺ ആസ് പോസിബിൾ, എത്രയും പെട്ടെന്നാണ് പറയുന്നത്. നമുക്കറിയാം ഇന്ത്യക്ക് നിലവിൽ ലോക്സഭയിൽ ഒരു ഡെപ്യൂട്ടി സ്പീക്കർ ഇല്ല. 2019 മുതൽ ആ സ്ഥാനം ഒഴിഞ്ഞു കിടക്കുകയാണ്. ഡെപ്യൂട്ടി സ്പീക്കറുടെ സ്ഥാനത്ത് വേക്കൻസി വന്നാൽ എത്രയും പെട്ടെന്ന് ഇലക്ഷൻ നടത്തണമെന്നാണ് പറയുന്നത്. കൃത്യമായ 6 മാസമെന്നോ 1 വർഷമെന്നോ പറയാത്തത് കൊണ്ട് തന്നെ 19 ശേഷം എത്രയും പെട്ടെന്ന് ആയിട്ടില്ല എന്നൊരു ആറ്റിറ്റ്യൂഡാണ് ഇപ്പോൾ നമ്മുടെ ഗവൺമെന്റിന്. അതുകൊണ്ടാണ് ഡെപ്യൂട്ടി സ്പീക്കർ ഇല്ലാത്തത്. അതിന് രാഷ്ട്രീയപരമായിട്ടുള്ള വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് മാറ്റിവെക്കാം. അപ്പോൾ ഇങ്ങോട്ടേക്ക് നമ്മൾ വരിക, മനസ്സിലാക്കുക, വൈസ് പ്രസിഡന്റിന്റെ വേക്കൻസി വന്നു കഴിഞ്ഞാൽ 5 വർഷം തികച്ചിട്ടല്ല എങ്കിൽ എത്രയും പെട്ടെന്ന് ഇലക്ഷൻ നടത്തുക. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നടത്താൻ പറ്റും. കാരണം ജൂലൈയിൽ ദാങ്കരേട്ടൻ പേപ്പർ ഇട്ടു, 1 മാസം കൊണ്ട് ഇലക്ഷൻ നടക്കുകയാണ്. സെപ്റ്റംബറിൽ ഇലക്ഷൻ നടക്കുന്നു. ക്ലിയർ? ഈ ആർട്ടിക്കിളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കേട്ടോ. വൈസ് പ്രസിഡന്റുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ ഇതാണ്, ആർട്ടിക്കിൾ 66, ഇലക്ഷൻ ഓഫ് ദ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഇലക്ഷൻ ഓഫ് ദ വൈസ് പ്രസിഡന്റ്. മനസ്സിലാക്കുക, വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന ഇലക്ടറൽ കോളേജിൽ ആരൊക്കെയുണ്ട്? ഇലക്ടറൽ കോളേജ് എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, ആ ഇലക്ഷന് വോട്ട് ചെയ്യുന്ന വോട്ടേഴ്സ് ആരൊക്കെയാണ്. ഇപ്പം MLA-മാരുടെ ഇലക്ഷന് ജനങ്ങളുടെ കാര്യം നമുക്ക് പറയാമല്ലോ, അതൊരു ഇലക്ടറൽ കോളേജാണ്. രാജ്യസഭ മെമ്പേഴ്സിന്റെ ഇലക്ഷൻ MLA-മാർ, അതൊരു ഇലക്ടറൽ കോളേജാണ്. അതുപോലെ വൈസ് പ്രസിഡന്റിന്റെ ഇലക്ടറൽ കോളേജ് ആരൊക്കെയാണ്? ഇതിൽ ഈ ക്ലോസ് 1 പറയുന്ന ചില വാക്കുകളുണ്ട്, സൂക്ഷിക്കുക. ഓരോ വാക്കും പ്രധാനപ്പെട്ടത് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട്. Vice President shall be elected by the members of an electoral college consisting of the members of both houses of parliament. ലോകസഭയിലെയും രാജ്യസഭയിലെയും എല്ലാ MP-മാരും ഉണ്ട്. പ്രസിഡന്റിന്റെ കേസിലാണെങ്കിൽ എടുത്തു പറയും ഇലക്റ്റഡ് ആയിട്ടുള്ള MP-മാർ മാത്രമേ ഉള്ളൂ. കാരണം രാജ്യസഭയിൽ നമുക്കറിയാം 245-ൽ 233 പേര് തിരഞ്ഞെടുക്കപ്പെടുന്നവരും 12 പേര് നാമനിർദ്ദേശം നോമിനേറ്റ് ചെയ്യപ്പെടുന്നവരുമാണ് പല പല മേഖലകളിൽ നിന്ന്. അത് പ്രസിഡന്റിന്റെ നോമിനേറ്റഡ് മെമ്പേഴ്സ് പ്രസിഡന്റിന്റെ ഇലക്ഷനിൽ ഇല്ല. പക്ഷേ വൈസ് പ്രസിഡന്റ് ഇലക്ഷനിൽ ലോകസഭയിൽ നിന്നും രാജ്യസഭയിൽ നിന്നും ഉള്ള MP-മാരെല്ലാവരും ഉണ്ട്. ക്ലിയർ ആണോ? ഇലക്റ്റഡ് ആണോ നോമിനേറ്റഡ് ആണോ, ഇറ്റ് ഡസന്റ് മാറ്റർ. അതാണ് ഒന്നാമത്തേത്. 2, എന്ത് സിസ്റ്റമാണ്? ഇൻ അക്കോർഡൻസ് വിത്ത് ദ സിസ്റ്റം ഓഫ് പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ. എന്താണ് പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ? അതും പറഞ്ഞുതരാം. അടുത്ത പോയിന്റ്, ബൈ മീൻസ് ഓഫ് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട്. കൈമാറ്റം ചെയ്യാവുന്ന ഒരു സിസ്റ്റമാണത്, ട്രാൻസ്ഫറബിൾ വോട്ട്. അതെന്താണെന്നും പറഞ്ഞുതരാം. അടുത്ത പോയിന്റ് നോട്ട് ചെയ്യുക. ആൻഡ് ദ വോട്ടിംഗ് അറ്റ് സച്ച് ഇലക്ഷൻ ഷാൽ ബി ബൈ എ സീക്രട്ട് ബാലറ്റ്. എന്താണ് സീക്രട്ട് ബാലറ്റ്? അപ്പം നിങ്ങൾ ഇവിടെ നിന്നും പഠിക്കേണ്ട 4 ടേമുകൾ: 1, 2 ഹൗസും ഉണ്ട്, 2 പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ, 3 സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട്, 4 സീക്രട്ട് ബാലറ്റ്. അപ്പം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ ആണല്ലോ? യെസ്. അടുത്തത് നമുക്കറിയാം, ഒരാൾ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ആയിരിക്കുമ്പോൾ അദ്ദേഹം സൈമൾട്ടേനിയസ്ലി ലോക്സഭയിലെയോ രാജ്യസഭയിലെയോ മറ്റൊരു സംസ്ഥാനത്തെ നിയമസഭയിലെയോ മെമ്പർ ആയിരിക്കരുത്. ഓക്കെ, 3 വായിക്കുക. ചില കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഇപ്പോൾ CP രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ സുദർശൻ റെഡ്ഡി എന്ന് പറയുന്ന വ്യക്തി, ഇവരൊക്കെ മീറ്റ് ചെയ്യേണ്ടുന്ന കണ്ടീഷൻ എന്തൊക്കെയാണ്? 1, ആരാണോ നിങ്ങൾ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി നിൽക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ എന്തായിരിക്കണം? ഇന്ത്യയിലെ ഒരു പൗരനായിരിക്കണം. സിമ്പിളാണ്, നമ്മളെല്ലാവരും ആണ്. 2, നിങ്ങൾക്ക് മിനിമം 35 വയസ്സാകണം. 35 വയസ്സ്. നമുക്കറിയാം ഇന്ത്യയിൽ വോട്ടവകാശം 18 വയസ്സാണ്. അതിന് മുകളിലേക്ക് ചില കാര്യങ്ങൾക്ക് പ്രായപരിധി പറയുന്നുണ്ട്. അപ്പോൾ അറിയാവുന്ന ഒരു ഉത്തരം പറയുക ചോദ്യങ്ങൾക്ക്. ഇന്ത്യയിൽ വോട്ടവകാശം 18 ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. വാർഡ് തലത്തിൽ അല്ലെങ്കിൽ കൗൺസിൽ തലത്തിൽ ഇലക്ഷൻ നിൽക്കാൻ മിനിമം എത്ര ഏജ് ആണ്? ഇന്ത്യയുടെ MLA, ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിന്റെ MLA ആകാൻ മിനിമം എത്ര വയസ്സാണ്? മുഖ്യമന്ത്രി ആകാൻ മിനിമം എത്ര വയസ്സാണ്? ലോകസഭയിലെ MP ആകാൻ എത്ര വയസ്സാണ്? മിനിമം ഏജ്. രാജ്യസഭയിലെ MP ആകാൻ എത്ര വയസ്സാണ്? ഇന്ത്യൻ പ്രധാനമന്ത്രി ആകാൻ മിനിമം എത്ര വയസ്സാണ്? പ്രസിഡന്റ് ആകാൻ മിനിമം എത്ര വയസ്സാണ്? വൈസ് പ്രസിഡന്റ് ആകാൻ മിനിമം എത്ര വയസ്സാണ്? ഈ സാധനങ്ങൾ പലപ്പോഴായിട്ട് നമ്മുടെ SSC-RRB പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇതിൽ വൈസ് പ്രസിഡന്റിന്റെ ഏജ് ഞാൻ പറയുകയാണ്. വൈസ് പ്രസിഡന്റ് ആകണമെങ്കിൽ ഇന്ത്യൻ പൗരനായ മാത്രം പോരാ, മിനിമം 35 വയസ്സ് പ്രായം വേണം. പിന്നെ പറയുന്നു, കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ്, രാജ്യസഭയിലെ മെമ്പർ ആകാനുള്ള ഒരു ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് വേണം. നമുക്കറിയാം ജനപ്രാതിനിധ്യ നിയമം അല്ലെങ്കിൽ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1951 ഈ കണ്ടീഷൻസ് കൂടാതെ ചില ക്വാളിഫിക്കേഷൻസ് പറയുന്നുണ്ട്. നിങ്ങളൊരു കേസിൽ കൺവിക്റ്റഡ് ആകരുത്, നിങ്ങളൊരു ഇൻസോൾവെന്റ് ആകരുത്, അങ്ങനെ ചെറിയ ചെറിയ കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഓൾമോസ്റ്റ് എല്ലാവരും മീറ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു പ്രായപരിധി മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ, അല്ലാതെ വേറെ എടുത്തു പറയുന്നൊരു ക്വാളിഫിക്കേഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ കുറച്ച് കാലമായിട്ട് രാഷ്ട്രീയത്തിൽ തിളങ്ങി നിൽക്കുന്ന ഏതൊരു വ്യക്തിക്കും ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആകാൻ സാധിക്കും, നിങ്ങൾക്ക് പാർട്ടി സപ്പോർട്ട് ഉണ്ടെങ്കിൽ. ഓക്കെ,
ഇത്രയും കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ ഇതേ സാധനം ഞാൻ മലയാളത്തിൽ തന്നിട്ടുണ്ട്, വായിക്കുക. എന്ത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോൻ്റെ താഴെ കമൻ്റ് ആയിട്ട് ചോദിക്കാം കേട്ടോ. ക്ലിയർ? ഇനി ഈ ഒരു കാര്യം പറഞ്ഞിട്ട് നമുക്ക് ബാക്കി കണ്ടന്റിലേക്ക് പോവാം. ഓരോ വാക്കും പറഞ്ഞുതരാമെന്ന് പറഞ്ഞില്ലേ. നമ്മുടെ സൈലത്തിൻ്റെ RRBയുടെ റെഗുലർ ബാച്ച് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത കാര്യം പറഞ്ഞിരുന്നു. സ്റ്റാർട്ട് ചെയ്തിട്ട് അധികം ആയിട്ടില്ല, 1-2 ആഴ്ചകളെ ക്ലാസ് തുടങ്ങിയിട്ടായിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൻ്റെ ഫീച്ചേഴ്സ് പലതവണ ഞാൻ പറഞ്ഞാണ്, ഒന്നുകൂടെ പറയാം. 450+ അവേഴ്സ് ലൈവ് ക്ലാസ് ഉണ്ടാകും. ഡെയിലി 2-3 മണിക്കൂറായിരിക്കും ക്ലാസ് ഉണ്ടാവുക. ആഴ്ചയിൽ 5 അല്ലെങ്കിൽ 6 ദിവസം നിങ്ങൾക്ക് റിവിഷൻ നടത്താനായിട്ട് 1 അല്ലെങ്കിൽ 2 ദിവസം കിട്ടും. ക്ലിയർ ആണല്ലോ? ഈ ഒരു ക്ലാസ് 3999 രൂപയ്ക്കായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ RRB പരീക്ഷകളുടെ, ശ്രദ്ധിക്കുക, RRB പരീക്ഷകളുടെ ആ നോൺ ടെക്നിക്കൽ സാധനങ്ങളിലെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്, ഇംഗ്ലീഷ് ഇല്ല, ജനറൽ അവയർനെസ് വിച്ച് ഇൻക്ലൂഡ്സ് ജനറൽ സയൻസ്, ജനറൽ നോളജ്, കറണ്ട് അഫയേഴ്സ്, ഇതെല്ലാമായിരിക്കും ഈ ഒരു ബാച്ചിൽ നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പോൾ NTPC, ഗ്രൂപ്പ് ഡി, RPF തുടങ്ങിയ പരീക്ഷകൾ, JEE തുടങ്ങിയ പരീക്ഷകൾ നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ LP നിങ്ങൾക്കിത് ഹെൽപ്ഫുൾ ആയിരിക്കും. ക്ലിയർ? പിന്നെ കുറച്ചായിട്ട് നിങ്ങൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് സൈലത്തിൻ്റെ പുതിയ SSC റെഗുലർ ബാച്ച് എപ്പോഴാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സെപ്റ്റംബർ 25 നമ്മുടെ വൈസ് പ്രസിഡന്റ് ഇലക്ഷനൊക്കെ കഴിഞ്ഞ സമയം പോലെ നമ്മൾ ആ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. ഒരു വർഷം വാലിഡിറ്റി വരുന്ന ഈ ഒരു ക്ലാസ്സിന് 6000-ൽ താഴെ 5999 രൂപയാണ് ഫീസ്. അപ്പോൾ 1 വർഷം വാലിഡിറ്റി ഉണ്ട്. ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഫീലാണ് നമ്മൾ ഈ ഒരു ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് 500-ലധികം ലൈവ് അവേഴ്സ് ഉണ്ടാകും. ഡെയിലി 2 to 3 hours ആയിരിക്കും നമുക്ക് വരുന്നത്. റിവിഷനൊക്കെ വരുന്ന സമയത്ത് കുറച്ചുകൂടെ ക്ലാസ്സുകളുടെ എണ്ണം കൂടും. ആഴ്ചയിൽ 5-6 ദിവസം ക്ലാസ്സുകൾ ഉണ്ടാകും. ക്ലിയർ? അപ്പോൾ ഒരു ഏരിയ എടുത്തിട്ട് അതിൻ്റെ ഒരു റിവിഷൻ കാര്യങ്ങൾ അങ്ങനെ ഇതുവരെ പോയിക്കൊണ്ടിരിക്കുന്ന രീതിയിൽ തന്നെയായിരിക്കും. കുറേ കൂടെ ഓർഗനൈസ്ഡ് ആയിട്ട്. ഉറപ്പായിട്ടും നമ്മളൊരു 10 കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ 1-2 കാര്യങ്ങളിൽ ഒരു തിരുത്ത് വന്നേക്കാം. ആ തിരുത്തുകൾ എടുത്ത് പ്രോപ്പറായിട്ട് തിരുത്തി തന്നെയാണ് പുതിയ ക്ലാസ്സുകൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ RRB ക്ലാസ്സുകളിലും SSC ക്ലാസ്സുകളിലും നമ്മുടെ ടീമിനെ ലീഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ജെറിമാഷായിരിക്കും. ഓക്കെ? നിങ്ങൾക്ക് ഇത് ജോയിൻ ചെയ്യാൻ വേറെ ഒന്നും ചെയ്യേണ്ട. നിങ്ങൾക്ക് ഒന്നുകിൽ ഈ ഒരു വീഡിയോയുടെ താഴെ തന്നിട്ടുള്ള ഫോം ഫില്ല് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സൈലത്തിൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ബാച്ച് സെലക്ട് ചെയ്ത് വെറുതെ ജോയിൻ ചെയ്യാവുന്നുള്ളൂ. കാറ്റഗറി SSC, പുതിയ ബാച്ചിൻ്റെ പേര് വരും. ക്ലിക്ക് ചെയ്യുക, ഫീസ് അടയ്ക്കുക, ജോയിൻ ചെയ്യുക. ഓക്കെ ആണല്ലോ? ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ അതത് ബാച്ചിൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. ഇനി സൈലത്തിൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ അതിൻ്റെ ലിങ്കും താഴെ തന്നിട്ടുണ്ട്. സൈലം SSC RRBയുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. SSC RRB പരീക്ഷകളെ സംബന്ധിച്ച ഏതൊരു അപ്ഡേറ്റും നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ കിട്ടുന്നതായിരിക്കും. ക്ലിയർ? അടുത്തത് GKയുടെ ടെലിഗ്രാം ഗ്രൂപ്പാണെങ്കിൽ GK സിംപ്ലിഫൈഡ് എന്നുള്ള ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. എക്സ്ക്ലൂസീവ്ലി GK ടെലിഗ്രാം ഗ്രൂപ്പാണ്, ചാനലല്ല. അപ്പോൾ GKയുടെ സംശയങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം. ആക്റ്റീവായിട്ട് അക്കാഡമിക് പർപ്പസിന് വേണ്ടി ആ ഗ്രൂപ്പ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. നമുക്ക് തിരിച്ച് കണ്ടന്റിലേക്ക് വരാം. ഓക്കെ? ആർട്ടിക്കിൾ 66 ഞാൻ എടുത്തു പറഞ്ഞിരുന്നു. എന്താണ്? മെമ്പേഴ്സ് ഓഫ് ബോത്ത് ദ ഹൗസസ്, ലോകസഭയിലെയും രാജ്യസഭയിലെയും MP-മാർ ഈ ഇലക്ഷൻ ഉണ്ട്. അതായത് വരാൻ പോകുന്ന 2025 വൈസ് പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ രാജ്യസഭയിലെ മെമ്പേഴ്സും ഉണ്ടാകും, ലോകസഭയിലെ മെമ്പേഴ്സും ഉണ്ടാകും. സുഹൃത്തെ, രാജ്യസഭയുടെ സ്ട്രെങ്ത് 245 അല്ലേ? 233 പേര് ഇലക്ട് ചെയ്യപ്പെടുന്നവർ, 12 പേര് നോമിനേറ്റ് ചെയ്യപ്പെടുന്നവർ. അപ്പോൾ ഞാൻ മറ്റൊരു സംശയം ചോദിക്കുകയാണ്. നോമിനേറ്റ് ചെയ്യപ്പെടുന്ന ചില കാറ്റഗറികളുണ്ട്, 4 കാറ്റഗറികൾ അല്ലെങ്കിൽ 5 കാറ്റഗറികൾ. ഏതൊക്കെയാണ് ആ കാറ്റഗറി എന്ന് പറയുക? നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ലിറ്ററേച്ചർ, അതായത് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള വ്യക്തിയെ മാത്രമേ നിങ്ങൾക്ക് നോമിനേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മറ്റൊരു ഉദാഹരണം, നമ്മുടെ സ്വന്തം PT ഉഷ രാജ്യസഭയിൽ ഇപ്പോഴത്തെ ഒരു നോമിനേറ്റഡ് മെമ്പറാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഈ 12 പേരെ നോമിനേറ്റ് ചെയ്യാവുന്ന കാറ്റഗറി ഏതൊക്കെയാണെന്ന് പറയുക. ക്ലിയർ? അപ്പോൾ 233 ഇലക്ട് ചെയ്യപ്പെട്ട മെമ്പേഴ്സ് ഉണ്ട്. പക്ഷെ നിലവിൽ 5 വേക്കൻസി എവിടെയുണ്ട്? രാജ്യസഭയിലുണ്ട്. അപ്പോൾ 233 - 5 വരും. 12 നോമിനേറ്റഡ് മെമ്പേഴ്സ്, അതിൽ വേക്കൻസി ഒന്നുമില്ല. ലോകസഭയിലേക്ക് വരുമ്പോൾ ഇപ്പോഴത്തേത് 18ാമത് ലോക്സഭയാണ്. അതിൽ 543 ആകെയുള്ള സ്ട്രെങ്ത്, ടോട്ടൽ സ്ട്രെങ്ത്. ഒരു വേക്കൻസിയാണ് വരുന്നത്. അപ്പോൾ 542 പേരുണ്ടാവും. അപ്പോൾ 543 + 245 രണ്ടും കൂടെ ചേർക്കുമ്പോഴത്തേക്കും ആകെ മൊത്തം സ്ട്രെങ്ത് എത്രയാണ് വരുന്നത്? 788 ആണ്. അതായത് 788 പേരും തുല്യമായി വോട്ട് ചെയ്യുന്നു. ഓരോ MP-യുടെയും വോട്ടിന് തുല്യമായിട്ടുള്ള വാല്യൂ, ഈക്വൽ വാല്യൂ ആയിരിക്കും 1. അതായത് ആകെ മൊത്തം വോട്ടെടുപ്പ് നടക്കുന്നത് 788-ലായിരിക്കും. പക്ഷെ നമ്മൾ അതിൽ നിന്ന് വേക്കൻസി കുറയ്ക്കുമ്പോൾ 782 മെമ്പേഴ്സാണ് ആകെ ഉള്ളത്. അപ്പോൾ 788 - 6 782. ഈ 782-ന്റെ മെജോറിറ്റി ആര് മേടിക്കുന്നുവോ അവരായിരിക്കും ഈ വരാൻ പോകുന്ന സെപ്റ്റംബർ 9 ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. അഗൈൻ പറയുന്നു, വൈസ് പ്രസിഡന്റ് ഈസ് ഇലക്റ്റഡ്, നോട്ട് നോമിനേറ്റഡ്. ക്ലിയർ ആണല്ലോ? ഇൻഡയറക്റ്റ് ഇലക്ഷൻ ആണ്.
ആ ഒരു നമ്പേഴ്സ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. യെസ്, ഒന്നുകൂടെ പറയാം. ആർട്ടിക്കിൾ 66 പ്രകാരം വൈസ് പ്രസിഡന്റിന്റെ ഇലക്ഷനിൽ ആർക്ക് പങ്കില്ല? അത് മനസ്സിലാക്കണം കേട്ടോ. ആർക്ക് പങ്കില്ല? സ്റ്റേറ്റിലുള്ള MLA-മാർക്ക് പങ്കില്ല, അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് കൗൺസിലുള്ള 6 സംസ്ഥാനങ്ങളില്ലേ, MLC-മാർക്ക് പങ്കില്ല. ക്ലിയർ ആണോ? പങ്കുള്ളത് ബോത്ത് ഹൗസസ് ഓഫ് ദ പാർലമെന്റ്. അതിന്റെ അർത്ഥം മനസ്സിലായല്ലോ. രണ്ടാമത്തെ പോയിന്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ എന്താണെന്നാണ്. മൂന്നാമത്തെ പോയിന്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് എന്താണെന്നാണ്. നാലാമത്തെ പോയിന്റ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് സീക്രട്ട് ബാലറ്റ് എന്താണെന്നാണ്. സുഹൃത്തെ, സീക്രട്ട് ബാലറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, വാർഡ് തലത്തിലോ MLA-മാർക്കോ നിങ്ങൾ MP-മാർക്കോ ലോക്സഭ-മാർക്കോ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, വോട്ട് ചെയ്തതിനു ശേഷം ഇന്ന ആൾക്ക് വോട്ട് ചെയ്തു എന്ന് നിങ്ങൾ വിളിച്ചു പറയില്ല, നിങ്ങൾ ആരോടും പറയില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വോട്ട് അസാധുവാക്കപ്പെടും. ക്ലിയർ ആണല്ലോ? ആ ഒരു സീക്രസി നിങ്ങളുടെ വോട്ടിനുണ്ടാകും. അതാണ് സീക്രട്ട് ബാലറ്റ്. ക്ലിയർ? ഇവിടെയും നടക്കുന്നത് സീക്രട്ട് ബാലറ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് തോന്നാം എല്ലാ ഇലക്ഷനും സീക്രട്ട് ബാലറ്റ് അല്ലേ? അല്ല. ഇന്ത്യയിൽ ചില ഇലക്ഷൻസ് ഓപ്പൺ ബാലറ്റ് ആണ്. എന്താണ് ഓപ്പൺ ബാലറ്റ് എന്ന് നോക്കി കഴിഞ്ഞാൽ, നിങ്ങൾ ആ ഇലക്ഷനിൽ വോട്ട് ചെയ്ത് കഴിയുമ്പോൾ, നിങ്ങൾ വോട്ട് ചെയ്തതിന് ശേഷം വോട്ട് ചെയ്യുന്ന ആ ഒരു സ്ലിപ്പ്, അല്ലെങ്കിൽ എഴുതി ചേർക്കുന്ന ആ ഒരു സ്ലിപ്പ് നിങ്ങൾ ആരെ കാണിക്കണം? നിങ്ങൾ ഒരു വ്യക്തിനെ കാണിക്കണം. അപ്പോൾ നിങ്ങളുടെ വോട്ടിനവിടെ സീക്രട്ട് സ്വഭാവമില്ല. അത് ഓപ്പൺ ബാലറ്റ് ആണ്. ഇന്ത്യയിൽ ഓപ്പൺ ബാലറ്റ് ആയിട്ടുള്ള ഇലക്ഷൻ ഏതാണെന്ന് നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതാണ് രാജ്യസഭാ ഇലക്ഷൻസ്. രാജ്യസഭ MP-മാരെ തിരഞ്ഞെടുക്കുന്നത് MLA-മാരാണെന്ന് നമുക്കറിയാം. അവിടെ ഹോഴ്സ് ട്രേഡിംഗ്, കുതിര കച്ചവടം നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. കുതിര കച്ചവടങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ അത് സീക്രട്ട് വോട്ടിംഗ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ പാർട്ടിക്കാർ ആർക്ക് വേണ്ടിയാണ് വോട്ട് ചെയ്തതെന്ന് നമുക്കറിയില്ല. കാശ് മേടിച്ച് മറ്റുള്ള പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ സീക്രട്ട് വോട്ടിംഗ് ആയതുകൊണ്ട് 10th ഷെഡ്യൂളിൽ ആന്റി ഡിഫെക്ഷൻ, കൂറുമാറ്റം പ്രഖ്യാപിച്ച് പുറത്താക്കാനും സാധിക്കില്ല. അതുകൊണ്ടാണ് രാജ്യസഭാ ഇലക്ഷൻ എങ്ങനെ നടത്തുന്നത്? ഓപ്പൺ ബാലറ്റിൽ നടത്തുന്നത്. അപ്പോൾ നിങ്ങൾ കോൺഗ്രസ് പാർട്ടിക്കാരനാണെങ്കിൽ കോൺഗ്രസ് പാർട്ടി അപ്പോയിന്റ് ചെയ്ത ഒരു വ്യക്തി ഉണ്ടാകും. ആഫ്റ്റർ വോട്ടിംഗ് നിങ്ങൾ അയാളെ സ്ലിപ്പ് കാണിച്ചു കൊടുക്കണം. അങ്ങനെ നിങ്ങൾ പാർട്ടിയെ പറ്റിച്ചിട്ടില്ല എന്ന് ഉറപ്പുവരുത്താൻ കഴിയും. അപ്പോൾ ഇന്ത്യയിലെ ഒരു ഓപ്പൺ ബാലറ്റാണ് രാജ്യസഭാ ഇലക്ഷൻ. ബാക്കി പ്രധാനപ്പെട്ടതൊക്കെ സീക്രട്ട് ബാലറ്റാണ്. പ്രസിഡന്റിന്റെ വൈസ് പ്രസിഡന്റ് ഇലക്ഷൻ ജനങ്ങൾ നേരിട്ടിറക്കുന്ന എല്ലാം സീക്രട്ട് ബാലറ്റിലാണ് പോകുന്നത്. അപ്പോൾ ഓപ്പൺ ബാലറ്റ്, സീക്രട്ട് ബാലറ്റ് മനസ്സിലായല്ലോ. എന്താണ് പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ സിസ്റ്റം? ആ പേര് പറയുന്ന പോലെ തന്നെ ആനുപാതിക പ്രാതിനിധ്യം. നിങ്ങൾ ഇലക്ഷന് നിൽക്കുന്നു, ഓക്കെ? ആകെ മൊത്തം നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ആകെ മൊത്തമുള്ള ജനങ്ങളുടെ X% നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഹൗസിലെ X% സീറ്റുകൾ നിങ്ങളുടെ പാർട്ടി ജയിക്കും. സുഹൃത്തെ, നിങ്ങളിപ്പോൾ ഒരു MLA ഇലക്ഷന് വോട്ട് ചെയ്യുകയാണെന്നിരിക്കട്ടെ, ഓക്കെ? ആകെ മൊത്തം 100 വോട്ടാണ്. 100 വോട്ട്. ഒരു വ്യക്തിക്ക് കിട്ടിയത് 35 വോട്ടാണ്. മറ്റൊരു വ്യക്തിക്ക് കിട്ടിയത് 30 വോട്ടാണ്. 65 ബാക്കി 35 വോട്ട് അസാധുവായി, നോട്ടൊക്കെയാണ് പോയെന്നിരിക്കട്ടെ. ഇവിടെ ജയിക്കാൻ പോകുന്ന ആരാണ്? ഈ 35 35 വോട്ട് കിട്ടിയ ആൾ ജയിക്കും. ആ രണ്ടാമത്തെ ആളോ അയാൾ തമ്മിൽ 5 വോട്ടിൻ്റെ വ്യത്യാസമുള്ളൂ. പക്ഷെ ഇയാൾക്ക് ഒന്നും കിട്ടാൻ വേണ്ടി പോകുന്നില്ല. എന്നാൽ പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ സിസ്റ്റം ആണെങ്കിൽ നിങ്ങൾക്ക് 35% വോട്ട് കിട്ടിയെന്നിരിക്കട്ടെ നിങ്ങളുടെ പാർട്ടിക്ക്. അപ്പോൾ ആകെ മൊത്തമുള്ള സീറ്റിന്റെ 35% നിങ്ങൾക്ക് കിട്ടും. 30% കിട്ടിയാൽ വെറും കൈയോടെ മടങ്ങില്ല, നിങ്ങൾക്ക് 30% സീറ്റ് കിട്ടും. അപ്പോൾ നിലവിൽ ഇന്ത്യയിലുള്ള ആ ഒരു സിസ്റ്റം, ഡയറക്റ്റ് ഇലക്ഷനൊക്കെ ഉള്ള ആ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റമാണ്. ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം. ആരാണോ ആദ്യം പോസ്റ്റിനെ കടക്കുന്നത് അയാൾ ജയിക്കും. അതായത് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആൾ ജയിക്കും. 100 വോട്ടിൽ 50 വോട്ട് 50% കിട്ടണമെന്ന് യാതൊരു കണ്ടീഷനും ഇല്ല. കിട്ടുന്ന വോട്ടിൽ, എണ്ണപ്പെട്ടതിൽ, അസാധു അല്ലാത്ത വോട്ടുകളിൽ ഏറ്റവും കൂടുതൽ ആർക്ക് കിട്ടിയോ ആൾ ജയിക്കും. രണ്ടാമത്തെ ആൾ മണ്ടനായി, സെക്കൻഡ് പ്രൈസ് ഇല്ല. ശരിയല്ലേ? പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ സിസ്റ്റം കുറേ കൂടെ നല്ലൊരു സിസ്റ്റമാണ്. കാരണം ഒരു ഉദാഹരണ സഹിതം ഞാൻ അവിടെ പറയാം. ഒരു ഹൗസ്, അവിടെ ആകെ മൊത്തം 200 സീറ്റുകൾ ഉണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ 200 സീറ്റുകൾ എന്ന് പറയുന്നത് എന്താണ്? 100% സീറ്റാണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ 1% എന്ന് പറയുന്നത് 2 സീറ്റാണ്. നിങ്ങളുടേത് പാർട്ടി A ആണ്. നിങ്ങൾക്ക് ആ ഇലക്ഷൻ ആകെ കിട്ടിയത് 43.9, അതായത് ഏകദേശം 44% സീറ്റാണ്. 1% 2 സീറ്റ് ആയതുകൊണ്ട് 44% വോട്ട് കിട്ടി നിങ്ങൾക്ക് 44 × 2 88 സീറ്റ് കിട്ടും. ക്ലിയർ ആണല്ലോ? നിങ്ങളുടെ പാർട്ടി D ആണെന്നിരിക്കട്ടെ. നിങ്ങൾക്ക് കിട്ടിയത് ഏകദേശം 6% വോട്ടാണ്. 6% വോട്ട്. 1% 2 സീറ്റ് ആയതുകൊണ്ട് തന്നെ 6 × 2 12 സീറ്റ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അപ്പോൾ എത്ര കുറവായി കഴിഞ്ഞാലും 1% തക്കതായ വോട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ അതിന് തക്കതായ ഒരു സീറ്റ് നിങ്ങൾക്ക് അവിടെ കിട്ടും. അതാണ് പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്ന സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, കമ്പയർഡ് ടു ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം.
അപ്പോൾ എന്താണ് FPTP എന്നുള്ളത് നിങ്ങൾ വായിക്കുക. വായിച്ചിട്ട് മനസ്സിലാവുന്നില്ലേ? അതിൽ പുതിയൊരു വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ അത് ഞാനത് ചെയ്തു തരാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കണ്ടു കഴിയുമ്പോൾ പ്രൊപ്പോർഷൻ റെപ്രസെൻറ്റേഷൻ മനസ്സിലായി, എന്താണ് FPTP, ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം എന്നുള്ളത് വായിക്കുക. അപ്പോൾ പ്രൊപ്പോർഷൻ റെപ്രസെൻറ്റേഷൻ ക്ലിയർ ആണല്ലോ. അടുത്ത് വായിക്കാം. അടുത്താണ് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട്. ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, വോട്ട് കൈമാറ്റം നടക്കും. നിങ്ങൾ ഇലക്ഷൻ വോട്ട് ചെയ്ത് പറയാൻ പറ്റുമോ എൻ്റെ വോട്ട് അയാൾക്ക് കൊടുത്തേരെ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം നിങ്ങൾ കുത്തുന്നത് ഒരാൾക്കാണ്. ഇതെനിക്ക് ആദ്യം ഇഷ്ടമുള്ള ആൾ, ഇത് രണ്ടാമത് ഇഷ്ടമുള്ള ആൾ, ഇത് മൂന്നാമത് ഇഷ്ടമുള്ള ആൾ. ആ ഏർപ്പാടുണ്ടോ? ആ ഏർപ്പാടില്ല. പ്രിഫറൻസ് നമ്മൾ ഒരാൾക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ. എന്നാൽ പ്രൊപ്പോർഷൻ റെപ്രസെൻറ്റേഷൻ ബൈ മീൻസ് ഓഫ് സിംഗിൾ ട്രാൻസ്ഫർ വോട്ട് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ നിങ്ങളുടെ ഓർഡർ ഓഫ് പ്രിഫറൻസ് കൊടുക്കും. അതായത് ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് ഇലക്ഷനിൽ ഓരോ MP-യും അദ്ദേഹത്തിൻ്റെ ഓർഡർ ഓഫ് പ്രിഫറൻസ് കൊടുക്കും. നിലവിൽ 2 കാൻഡിഡേറ്റ് മാത്രമേ ഉള്ളൂ, ഇന്ത്യയുടെ. എന്നാൽ 3, 4, 5 കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നെങ്കിൽ MP-മാർക്ക് എന്ത് ചെയ്യാം? ഇദ്ദേഹമാണ് ഞാൻ ആദ്യം പ്രിഫർ ചെയ്യുന്നത്, CP രാധാകൃഷ്ണൻ അല്ലെങ്കിൽ സുദർശൻ റെഡ്ഡി. ഇതാണ് എൻ്റെ രണ്ടാമത്തെ പ്രിഫറൻസ്, ഇദ്ദേഹമാണ് മൂന്നാമത്തെ. ഇവരെ ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല. ഈ ഒരു ഫോമിൽ നിർബന്ധമായും നിങ്ങളുടെ ഫസ്റ്റ് പ്രിഫറൻസ് ഉണ്ടായിരിക്കണം. ബാക്കി ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇനി നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടമാണോ? ഓർഡറിനനുസരിച്ച് നിങ്ങൾക്ക് 1, 2, 3, 4, 5 എന്ന് കൊടുക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ആദ്യത്തെ സെറ്റ് വോട്ടിംഗ് കഴിയുമ്പോൾ നിങ്ങളുടെ പ്രിഫറൻസ് നിങ്ങൾ കൊടുത്തു, എല്ലാവരും നിങ്ങളുടെ ആ ബാലറ്റ് എടുത്തു വായിച്ചു. ബാലറ്റ് എടുത്ത് വായിച്ചിട്ട് അവർ നോക്കും, ഏതെങ്കിലും ഒരു കാൻഡിഡേറ്റിന് ആവശ്യമായിട്ടുള്ള മെജോറിറ്റി കോട്ട ഉണ്ടോ? എന്താണ് മെജോറിറ്റി കോട്ട? നമ്മൾ ഇവിടെ ഒരു നമ്പർ പറഞ്ഞില്ലേ, എവിടെ പോയി നമ്പർ? യെസ്, ഇവിടെ ഒരു നമ്പർ പറഞ്ഞില്ലേ, 782. 782ന്റെ പകുതി +1, അതല്ലേ 50% +1 അല്ലേ? അപ്പോൾ ആദ്യത്തെ സെറ്റ് വോട്ടിംഗ് കഴിയുമ്പോൾ നിങ്ങൾ എന്താ നോക്കാനായിട്ട് പോകുന്നത്? ഏതെങ്കിലും ഒരു കാൻഡിഡേറ്റിന് ഈ പറയുന്ന മെജോറിറ്റി കോട്ട, അതായത് ടോട്ടൽ വാലിഡ് ആയിട്ടുള്ള വോട്ടിന്റെ പകുതിയിലധികം കിട്ടുന്നുണ്ടോ എന്ന് നോക്കും. കിട്ടിക്കഴിഞ്ഞാൽ ഇലക്ഷൻ അവിടെ കഴിയും. കിട്ടുന്നില്ലെങ്കിൽ, ക്ലിയർ, ഇഫ് നോ കാൻഡിഡേറ്റ് അച്ചീവ്സ് ദിസ് ഓൺ ഫസ്റ്റ് പ്രിഫറൻസസ്, എന്താ സംഭവിക്കുന്നത്? ഏറ്റവും കുറവ് വോട്ട് കിട്ടിയ ആൾ എലിമിനേറ്റ് ചെയ്യും. അതായത് 5 പേരുണ്ടെന്നിരിക്കട്ടെ, ആദ്യത്തെ റൗണ്ട് എണ്ണി കഴിഞ്ഞപ്പോൾ ആർക്കും കൃത്യമായിട്ടുള്ള ഭൂരിപക്ഷം ഇല്ല. ഏറ്റവും കുറവ് വോട്ട് കിട്ടിയ ആളുടെ പേര് ജോ സ്മിത്ത് എന്നാണെന്നിരിക്കട്ടെ. ഓക്കെ, ഈ ജോ സ്മിത്ത് എലിമിനേറ്റ് ചെയ്യപ്പെടും. എന്നിട്ട് മൂപ്പരുടെ ബാലറ്റ് എടുക്കും. മൂപ്പരുടെ ബാലറ്റിൽ ഫസ്റ്റ് പ്രിഫറൻസ് എപ്പോഴും മൂപ്പരായിരിക്കുമല്ലോ, പക്ഷെ മൂപ്പർക്ക് മെജോറിറ്റി കിട്ടിയില്ലേ, പുറത്ത് ഏറ്റവും പുറകിൽ നിൽക്കുന്നത്. മൂപ്പരുടെ ഇതിലെ സെക്കൻഡ് പ്രിഫറൻസ് വെക്കും. എന്നിട്ട് ആ വോട്ട് ആർക്കാണോ അവർക്ക് ആഡ് ചെയ്യും. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? ആ എലിമിനേറ്റ് ചെയ്യപ്പെട്ട ആളുടെ ബാലറ്റ് ഇവരെടുക്കും. ആ ബാലറ്റിലെ പ്രിഫറൻസ് മറ്റുള്ളവർക്ക് കൈമാറ്റം ചെയ്യപ്പെടും. അപ്പോൾ ഇതൊന്ന് വായിച്ചേ. ഇഫ് നോ കാൻഡിഡേറ്റ് അച്ചീവ്സ് ദിസ് ഓൺ ഫസ്റ്റ് പ്രിഫറൻസസ്, ദ കാൻഡിഡേറ്റ് വിത്ത് ദ ഫ്യൂവസ്റ്റ് വോട്ട്സ് ഈസ് എലിമിനേറ്റഡ്. ഏറ്റവും കുറവ് കിട്ടുന്ന ആൾ പുറത്താകും. ആൻഡ് ദെയർ വോട്ട്സ് ട്രാൻസ്ഫേർഡ് ബേസ്ഡ് ഓൺ നെക്സ്റ്റ് പ്രിഫറൻസസ്. അവരുടെ ഫസ്റ്റ് പ്രിഫറൻസ് എപ്പോഴും അയാൾ തന്നെയായിരിക്കില്ലേ, ബാക്കിയുള്ള പ്രിഫറൻസ് ട്രാൻസ്ഫർ ചെയ്യും. എന്നിട്ട് വീണ്ടും കൗണ്ട് ചെയ്യും. വീണ്ടും കൗണ്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരാൾക്ക് ഭൂരിപക്ഷം കിട്ടാം. കിട്ടിയില്ലെങ്കിൽ അപ്പോഴും ഏറ്റവും പുറകിൽ നിൽക്കുന്ന ആൾ പുറത്താകും. അയാളുടെ ബാലറ്റ് പേപ്പർ എടുക്കും. ബാക്കിയുള്ള പ്രിഫറൻസ് മറ്റുള്ളവർക്ക് ആഡ് ചെയ്യും. അങ്ങനെ മെജോറിറ്റി കിട്ടുന്നതുവരെ ആ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. അതാണ് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട്, കൈമാറ്റം ചെയ്യപ്പെടാവുന്ന സിസ്റ്റം. പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ നിങ്ങൾ ഈ സെയിം വാക്ക് കേൾക്കും. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ നമ്പർ ഒന്നുകൂടെ പറയുകയാണ്. 2025 വൈസ് പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ എലിജിബിൾ ആയിട്ടുള്ള വോട്ടേഴ്സിനെ നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം ആകെ മൊത്തം 782 മെമ്പേഴ്സാണുള്ളത്. ഓരോരുത്തർക്കും ഓരോ വോട്ടാണ്. അതുകൊണ്ട് ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് 782 തന്നെയാണ്. അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 391 +1 കിട്ടുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് മെജോറിറ്റി കിട്ടും. 782 ഡിവൈഡഡ് ബൈ 2 +1 392 വോട്ട് ലോകസഭയും രാജ്യസഭയും ഉൾപ്പെടെ ആർക്ക് നേടാൻ കഴിയുന്നോ ആ പാർട്ടി റെപ്രസെൻ്റ് ചെയ്യുന്ന വ്യക്തി ജയിക്കും. ക്ലിയർ ആണോ? ആർക്കാ ഇത് കിട്ടുന്നത്? നോക്കിയേ സുഹൃത്തെ, ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന പാർട്ടി നമുക്കറിയാം എന്താണ്, NDA. ഭരണത്തിലിരിക്കണമെങ്കിൽ രാജ്യസഭയിലല്ല മെജോറിറ്റി പ്രൂവ് ചെയ്യേണ്ടത്, ലോകസഭയിലാണ്. അതായത് ലോകസഭയിൽ 543 സീറ്റിൽ അവർക്ക് മെജോറിറ്റി പ്രൂവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നിങ്ങളിപ്പോൾ നോക്കിയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും, NDAക്ക്, BJP നയിക്കുന്ന NDAക്ക് 543 ലോകസഭയിൽ നിലവിൽ 293 സീറ്റുകളുടെ ഭൂരിപക്ഷമുണ്ട്. NDAക്കാണ് പറയുന്നത്, BJP പ്ലസ് അവരുടെ സഖ്യകക്ഷികൾ. ക്ലിയർ ആണല്ലോ? അവർക്ക് രാജ്യസഭയിൽ 245 പേരുള്ള രാജ്യസഭയിൽ 133, അതിൽ ചെറിയ വേരിയേഷൻ ഞാൻ പല റിപ്പോർട്ട്സിൽ കാണുന്നുണ്ട്. 129, 130 ഒക്കെ കാണുന്നുണ്ട്. വേക്കൻസി ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടാണ്. 130+ അവർക്കുണ്ട്. രണ്ടും കൂടെ നോക്കുമ്പോൾ കംഫർട്ടബിളി ദേ ഹാവ് 420+ വോട്ട്സ്. ആവശ്യമായിട്ടുള്ള 392-നേക്കാൾ കൂടുതൽ അവർക്ക് വരുന്നുണ്ട്.
30-ലധികം അവർക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പറയാം ആരായിരിക്കും ഇന്ത്യയുടെ അടുത്ത ഉപരാഷ്ട്രപതി. ഇന്ത്യയുടെ അടുത്ത ഉപരാഷ്ട്രപതി NDAയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള വ്യക്തി. ഇതാ നമ്മൾ ഫോട്ടോ സഹിതം ഇവിടെ പറഞ്ഞാണ്. ആ ചേട്ടൻ്റെ പേരാണ് CP രാധാകൃഷ്ണൻ. ഇനി അങ്ങനെയല്ല, ഇദ്ദേഹമല്ല ജയിക്കുന്നത്, സീക്രട്ട് ബാലറ്റ് ആണ്. സീക്രട്ട് ബാലറ്റിൽ ഒരുപാട് പേര് വോട്ട് മാറ്റി ഇന്ത്യ മുന്നണിക്ക് കുത്തുന്നുണ്ട്. അങ്ങനെ സുദർശൻ റെഡ്ഡി ജയിച്ചു കഴിഞ്ഞാൽ അതിന് ഞാനൊരു 0.02% ചാൻസ് കൊടുക്കാം. നമുക്ക് ജനാധിപത്യമല്ലേ, ഒന്നിനും 0% ചാൻസ് പറയാൻ സാധിക്കില്ല. അങ്ങനെ കുറേ പേര് ഇന്ത്യ മുന്നണിക്ക് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനർത്ഥം NDAയിലുള്ള ആളുകൾ കൂറുമാറാൻ തയ്യാറാണ്, ആ റിസ്ക് എടുക്കാൻ അവർ തയ്യാറാണ്. അങ്ങനെ സംഭവിച്ച് സുദർശൻ റെഡ്ഡി ജയിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ഒരു അട്ടിമറി ജയമാകും. ഉടനെ തന്നെ ലോക്സഭയിൽ ഒരു നോ കോൺഫിഡൻസ് മോഷൻ, അവിശ്വാസ പ്രമേയം വരും. അതിനൊക്കെയുള്ള സാധ്യതകൾ 1% താഴെ മാത്രമാണ്. അപ്പോൾ രാധാകൃഷ്ണൻ ചേട്ടൻ തന്നെയായിരിക്കും മിക്കവാറും ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയാകുന്നത്. ഇവിടെ വേറെ ചില പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, DMK എന്ന് പറയുന്ന ദ്രാവിഡ മുന്നേറ്റ ഘടകത്തിന് നല്ലൊരു സീറ്റുണ്ട് ലോക്സഭയിൽ. എന്നാൽ അവർ കോൺഗ്രസിൻ്റെ കൂടെ ഇന്ത്യ മുന്നണിയിലാണ്. എന്നാൽ CP രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി തമിഴ്നാട്ടുകാരാണ്. അപ്പോൾ നാളേക്ക് 40 വട്ടം തമിഴ് വികാരം പറയുന്ന നമ്മുടെ മുത്തുവേൽ കരുണാനിധി സ്റ്റാലിൻ, MK സ്റ്റാലിൻ എന്ന് പറയുന്ന തമിഴ്നാട് മുഖ്യമന്ത്രി തമിഴ് കാൻഡിഡേറ്റിനെതിരെ വോട്ട് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമായിരിക്കും. 2, തെലുഗു സ്റ്റേറ്റ്സ്, തെലങ്കാന കോൺഗ്രസിൻ്റെ കയ്യിലാണ്. പിന്നെ ആന്ധ്ര നമുക്കറിയാം BJPയുടെ അലയൻസ് ആയിട്ട് TDP ജനസേനയൊക്കെ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഈ TDP ജനസേന ഒരു തെലുഗു കാൻഡിഡേറ്റായുള്ള സുദർശൻ റെഡ്ഡിക്കെതിരെ വോട്ട് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് തെലുഗു പ്രൈഡിനെ ഹർട്ട് ചെയ്യാം. ഒരു രാഷ്ട്രീയക്കാരൻ പറഞ്ഞില്ലേ, രാഷ്ട്രീയത്തിൽ ഒന്നും എപ്പോഴും രണ്ടല്ല എന്ന്. എൻ്റെ ഒരു കൂട്ടുകാരൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നൊരു കാര്യമാണ്, ഒന്നും രാഷ്ട്രീയത്തിൽ എപ്പോഴും രണ്ടല്ല. സത്യമാണത്. അപ്പോൾ ഇങ്ങനെയുള്ളവർ അങ്ങോട്ടും ക്രോസ് വോട്ടിംഗ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ സീക്രട്ട് വോട്ടിംഗ് ആയതുകൊണ്ട് തന്നെ ആൻറ്റി ഡിഫെക്ഷൻ നടക്കില്ല. അപ്പോൾ അതിനൊക്കെ സാധ്യത അഗെയിൻ വളരെ കുറവാണ്. 99% NDAയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള രാധാകൃഷ്ണൻ ചേട്ടൻ തന്നെ ജയിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ഇതിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദ്യം വരട്ടെ, ഉത്തരം കിട്ടാൻ സാധിക്കട്ടെ. തീർച്ചയായിട്ടും വൈസ് പ്രസിഡന്റ് ഇലക്ഷൻ വാർത്തകളുള്ളതുകൊണ്ട് തന്നെ വരുന്ന പരീക്ഷയ്ക്ക് ചോദിക്കും, 100% ഉറപ്പാണ്. അപ്പോൾ ഉഷാറായിട്ട് പഠിക്കണം. ഇനി എന്ത് കണ്ടന്റാണ് നിങ്ങൾക്ക് ഇതുപോലെ വേണ്ടത് എന്ന് പറയുക. ആ കണ്ടന്റിൽ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും. അടിപൊളിയായിട്ട് പഠിക്കുക. എത്രയും പെട്ടെന്ന് ഇഷ്ടമുള്ള ജോലിയിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്. നമുക്ക് മറ്റൊരു സെഷനിൽ വീണ്ടും കാണാം. ബൈ.